യേശുവെ മഹത്വം, യേശുവെ നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മരിയ തോമസ്. ഞാൻ അമ്പലപ്പുഴ കരുമാടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2022 ഡിസംബർ 1-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ തന്നെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ +2 പഠനകാലം കഴിഞ്ഞ് 2017-ലാണ് +2 പഠനം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും പോലെ തന്നെ നഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയി. അപ്പം അതിന് അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ 4 അലോട്ട്മെൻറ്റാണ് അതിനുള്ളത്. 4 അലോട്ട്മെൻറ്റും കഴിഞ്ഞു. എനിക്ക് അതിലൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എനിക്ക് അതിനുള്ള അലോട്ട്മെൻറ്റിൽ എൻ്റെ പേര് വന്നില്ല. 4-ാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിലൊരു പത്രം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും ബസ്സിൽ വെച്ച് തന്നിരുന്നു. അന്നേരം ഒന്നും എടുത്ത് നോക്കിയില്ല. പക്ഷേ മാതാവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പരിചയമില്ല ഈ മാതാവിനെ. പ്രത്യേകതരം ഒരു ഭംഗിയായിരുന്നു മാതാവിനെ കാണാൻ. സൈഡിലൊരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നേരം അത് കണ്ട് മടക്കിയെടുത്ത് ബുക്കിൻ്റെ ഇടയ്ക്ക് വെച്ചു. പിന്നെ ഞാനത് തുറക്കുന്നത് എനിക്ക് ഈ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത സമയത്ത് ചുമ്മാ ബുക്കൊക്കെ എടുത്ത് നോക്കുന്ന വഴിക്ക് കിട്ടിയതായി പത്രം. അന്നേരം ആരോ എന്നോട് പറയുന്ന പോലെ ഞാൻ ആ പ്രാർത്ഥന എന്നും ചൊല്ലുമായിരുന്നു. വീട്ടിലാരോടും പറയാറൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റിലൊന്നും കിട്ടിയില്ലെങ്കിൽ ഇനി വല്ല ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കണം എന്നൊരു ചിന്തയിലായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ നഴ്സിങ്ങിനായിരുന്നു പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ 4 അലോട്ട്മെൻറ്റും കഴിഞ്ഞു. ഇനിയിപ്പം വേറെ വഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇടയ്ക്കൊരു ചുമ്മാ ഒന്ന് നോക്കിയത്. സൈറ്റിൽ കയറി നോക്കിയപ്പം അതിലൊരു നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് കണ്ടു. 5-ാമത് അലോട്ട്മെൻറ്റ് അവരിടുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അതിൻ്റെ അടിയിലായിട്ട്, നമ്മുടെ പത്രത്തിൻ്റെ അടിയിലായിട്ട്, അന്നത്തെ പത്രത്തിന് 2022 ആ സമയത്ത് 17 ആ ടൈമിൽ താഴെ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയറിൻ്റെ ഒരു എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ അത് സൈറ്റിൽ കയറാൻ പറ്റുന്നൊരു ലിങ്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിട്ട് ചേട്ടൻ്റെ ലാപ്പയിലായിരുന്നു ഞാനത് ചെയ്ത് നോക്കിയത്. അപ്പോൾ മാതാവിനോട് ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അന്നേരം ഈ പള്ളിയെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല. ഞാൻ അന്നേരം എനിക്ക് കിട്ടിയ ഈ പ്രാർത്ഥന ഞാൻ വിശ്വാസത്തോടെ ചൊല്ലി ഞാൻ ഈ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയറിലിട്ടു. പക്ഷേ അതിൻ്റെ ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അത് സെൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹിക്കുന്ന കോളേജിൽ അഡ്മിഷൻ തരണേന്ന്. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾ എന്നെ ഒന്നും പറയരുതെന്ന്. അമ്മ പറഞ്ഞു നീ ധൈര്യമായിട്ട് അത് കൊടുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു നോക്കിയപ്പം ഞാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് 1-ാമത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് നഴ്സിങ്ങിന് പഠിക്കുമ്പം എല്ലാവർക്കും അറിയാം നഴ്സിംഗ് ഭയങ്കര പാടാണ് പഠിക്കാനായിട്ട്. അപ്പോൾ നഴ്സിംഗ് 4 വർഷം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ എനർജി മൊത്തം എടുത്ത് വേണം അതിന് വേണ്ടി എഫേർട്ട് ഇടാനായിട്ട്. അപ്പോൾ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയത്തിന് തന്നെ എനിക്ക് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്ന്. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ തന്നെ അത് മാതാവിനെ പോലെ ഉള്ളിൽ അത് സംഗ്രഹിച്ച് ഞാനത് ഈശോയുടെ 5 തിരുമുറിവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരുന്ന ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻ എഴുതാതിരുന്ന ഒരാൾ എങ്ങനെ പാസ്സാവാനാ? പക്ഷേ ഞാൻ അന്നേരം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2022 ആ ടൈമിലും എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ആ വിഷയത്തിന് പാസ്സാകാനുള്ള മാർഗ്ഗം നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ 4 വർഷവും ഞാൻ യാതൊരു തടസ്സവും കൂടാതെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ 4 വർഷം നഴ്സിംഗ് പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ OET പഠിക്കാനായിട്ട് നോക്കി. OET പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി കിട്ടിയില്ല. തേർഡ് അറ്റംപ്റ്റ് എഴുതാനായിട്ട് എനിക്ക് എവിടുന്നും സപ്പോർട്ടില്ല. എനിക്ക് എല്ലാവരും ചോദ്യത്തിനാണ് മറുപടി പറയാൻ നമുക്ക് പറ്റാത്തത്. കാരണം നമ്മൾ ഈ ഫെയിലാകുക എന്ന് പറയുന്നത് അത്ര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനപ്പുറം മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമുക്ക് അതിലും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ 3-ാമത് ഉടമ്പടി ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും ഞാൻ ഈ കാര്യം മാത്രം വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് OET പാസ്സാവണം, എനിക്ക് പുറത്ത് പോകണം. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി, പിന്നെ ഇറങ്ങി. അങ്ങനെയായിരുന്നു ഞാൻ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. 3-ാമത് ഞാൻ എൻ്റെ അവസാനത്തെ അറ്റംപ്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ആ എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ലിസണിങ്ങിന് എനിക്ക് 2 വട്ടം കേൾക്കാൻ പറ്റി ലിസണിങ് അറ്റംപ്റ്റ്. പിന്നെ റീഡിങ്ങിൻ്റെ പാർട്ട് വന്നപ്പം എനിക്ക് 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് C പാർട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ ടൈം മാനേജ്മെൻറ്റ് എനിക്ക് പറ്റണേന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. പക്ഷേ എല്ലാം ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. ഒക്ടോബർ
28/2023 ഞാൻ പരീക്ഷ എഴുതിയത്. അന്ന് ഇവിടെ അഖണ്ഡ ജപമാല റാലി നടക്കുക. അപ്പോൾ എൻ്റെ അമ്മ ജപമാല റാലിക്ക് പോയിട്ടുണ്ട്. ഈ റീഡിങ്ങിന് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ എന്തെഴുതാനാ, എൻ്റെ ക്വസ്റ്റ്യൻസ് അത്രയും കിടക്കും എനിക്ക് എഴുതാനായിട്ട്. ഞാൻ പിന്നെ അത് മാതാവിനെ വിചാരിച്ച് ഞാനത് മൊത്തം കറുപ്പിച്ച്, എനിക്ക് വായിച്ച് നോക്കാൻ പോലും പറ്റിയില്ല. ഞാനത് മൊത്തം എന്നാലാവുന്ന വിധം ഞാൻ മൊത്തം കറുപ്പിച്ച്. എന്നോട് ആരോ പറഞ്ഞു, നീ അത് ഫുള്ള് ഫില്ല് ചെയ്യേ, നിനക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നീ അത് ഫില്ല് ചെയ്യേ, എന്നിട്ട് നിനക്ക് വായിക്കാൻ പറ്റുന്നത്രയും വായിക്കേ. അങ്ങനെ ഞാൻ 2 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ട് ചുമ്മാ വായിച്ച് നോക്കിയിട്ട് അത് തിരുത്തി എഴുതി. അത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ അവർ പറഞ്ഞു പേന താഴെ വെക്കാൻ പറഞ്ഞു, പെൻസിൽ താഴെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചുകൊണ്ട് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ 4 മൊഡ്യൂളും മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ 4 മൊഡ്യൂളും ഞാൻ അവർക്ക് സമർപ്പിച്ചത്. അത് കൂടാതെ ഞാൻ ഈ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ ഉപ്പ് വെതറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ തേൻ കുടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. എൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാനിത് കുടിക്കുമ്പോൾ എനിക്കെന്തോ ശക്തി കിട്ടുന്ന പോലെയാണ് മാതാവിൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ 4 മൊഡ്യൂളും എഴുതി. 4 മൊഡ്യൂളും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, കുഴപ്പമില്ലായിരുന്നു, ലിസണിങ് 2 വട്ടം എനിക്ക് കേൾക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ റീഡിങ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല. എനിക്കറിയാം ഞാൻ ഉള്ളിൽ ഫെയിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റാത്ത എന്നെ മാതാവ് എങ്ങനെയെങ്കിലും സഹായിച്ച് തന്നിരിക്കും, എനിക്ക് പോകാനുള്ള വഴി തന്നിരിക്കും. കാരണം ഇനി എഴുതാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ വീട്ടിലും പറഞ്ഞിട്ടില്ല, ഞാൻ 5 അല്ല, ഞാൻ ആ റീഡിങ്ങിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെന്ന്. കറുപ്പിച്ചിട്ടുണ്ടെന്നൊരു ഒറ്റ ബോധത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് ജോലിക്ക് കയറി അന്നേരമാണ് എന്നോട് പറയുന്നത്, റിസൾട്ട് വന്നപ്പം എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടുമെന്ന്. കാരണം ഞാൻ വായിച്ച് നോക്കാതെയാണ് കറുപ്പിച്ചത്. അങ്ങനെ ബാക്കി മൊഡ്യൂൾസിനെല്ലാം നല്ല മാർക്ക് കിട്ടി. ഈ റീഡിങ്ങിന് മാത്രം എനിക്ക് C+ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും B ഗ്രേഡ് കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അന്നേരം തന്നെ അവിടുത്തെ ഡയറക്ടർ ചോദിച്ചു, എനിക്ക് ഇതുപോലെ പ്രോസസ്സിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാവുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നീ 8 മാസം ഇവിടെ നിന്നാൽ മാത്രമേ നിനക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും വർഷങ്ങൾ പോകും. 8 മാസം കഴിഞ്ഞിട്ടേ അവർ ചെയ്തു തരത്തുള്ളൂ. 1 വർഷം 1.5 വർഷം എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ് ആണെങ്കിൽ പോലും. ഞാൻ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ബെറ്റർ നീ ഇറങ്ങുന്നതാണ് നല്ലതെന്ന്. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പഠിച്ചെടുത്ത് തന്നെ ഞാൻ അവിടെ ചോദിച്ച് കയറി. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിനക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണോ നീ കയറുന്നതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞ് കയറി. അങ്ങനെ കയറി ഇരുന്നപ്പോഴാണ് ഒരു 2 വർഷത്തെ വാലിഡിറ്റിയാണ് ഈ OETക്കുള്ളത്. അപ്പോൾ എൻ്റെ DLൻ്റെ എക്സ്പയറിയും കഴിയാറായി. 2ാമത് എന്നെ കൊണ്ട് എടുപ്പിച്ചു. അതും കഴിഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരും ചോദിക്കുന്നതിനുള്ള മറുപടി എനിക്കില്ല. കാരണം എൻ്റെ എക്സ്പയറി തീരാറായി. ഞാൻ ഇതിൻ്റെ പുറകെ 2.5 വർഷമായിട്ട് നടക്കുമായിരുന്നു. ഞാൻ അതിനകത്ത് 3 പ്രാവശ്യം എഴുതി. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും മാതാവിൻ്റെ രൂപം ഞാൻ എപ്പോഴും ചെറിയ ഫോട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണേലും ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴെപ്പോഴും ഞാനായിരിക്കും ആദ്യം ചാപ്പലിൽ കയറുന്നതും പ്രാർത്ഥിക്കുന്നതും അവിടെ നിൽക്കുന്നതും എല്ലാം. പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഈ പ്രാർത്ഥനയുടെ സമയത്തെല്ലാം ഞാൻ പങ്കെടുത്ത് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് പെട്ടെന്ന് ചിക്കൻ ബോക്സ് പിടിച്ചത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനമായപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് പിടിച്ച്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി മുന്നോട്ട് എങ്ങനെ, എനിക്കങ്ങനെ ചിക്കൻ ബോക്സ് ഒന്നും പിടിക്കുന്നതല്ല. പക്ഷേ എന്നോട് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ മെഡിക്കൽ ലീവ് എടുത്ത് വീട്ടിൽ പോയി. ആ സമയത്ത് എൻ്റെ ഏജൻസിക്കാരോട് ഞാൻ വിഷമം കൊണ്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്നൂടെ, എത്രയോ പേര് കയറി പോകുന്നു, ഈ ഫ്രീസിങ് ആയ സമയത്ത് പോലും ആൾക്കാർ കയറി പോകുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് തന്നൂടെ, ഞാൻ ഇനി എടുക്കാൻ പോയി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ഞാനൊരു ഓഡിയോ ഇട്ടതിൻ്റെ പേരിൽ അവർ പറഞ്ഞു ഉണ്ട്, നീ അറ്റൻഡ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞ്. എക്സ്പീരിയൻസ് കൂടുതലുള്ളതാണ് ചോദിക്കുന്നത്, നിനക്ക് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചു. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കൊടുത്തു. 3ാമത്തെ സാക്ഷി എൻ്റെ ഈ ഇൻ്റർവ്യൂ ആണ്. കാരണം ഈ ചിക്കൻ ബോക്സ് പിടിച്ചിരിക്കുക ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും? ഇനി അഥവാ ഡയറക്റ്റ് ഇൻ്റർവ്യൂ പറഞ്ഞാൽ പോലും എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിക്കൻ ബോക്സിൻ്റെ ആരംഭം തുടങ്ങിയ സമയത്താണ് ഇവരിത് പറഞ്ഞത്. എന്നാലാവുന്ന വിധത്തിൽ ഞാനത് പഠിച്ചെടുത്ത്. ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ചിക്കൻ ബോക്സിൻ്റെ സമയത്താണേലും. പക്ഷേ ഓൺലൈനിൽ അവർ പറഞ്ഞ സമയത്ത് ഞാൻ അന്നേരം ഇരുന്ന് മാതാവിൻ്റെ ഉപ്പ് വെതറി കാശുരൂപ ഉപയോഗിച്ച് തൈലം പൂശി മാതാവ് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ആ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ നൽകി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ അയർലൻഡിലേക്കുള്ള എൻ്റെ പ്രോസസ്സിങ് വീണ്ടും ആരംഭിച്ചു.
അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് സമയമില്ല. 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണം, എന്നാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ എക്സ്പയറി ഓൾറെഡി കഴിഞ്ഞു. 2 മാസം കൂടെ ഇനി മിച്ചമുള്ളൂ. ആ 2ാമത്തെ മാസത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ. ഞാൻ അങ്ങനെ ഈ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടെല്ലാം ഓടി. അതിന് എന്നെ റിസൈൻ വെക്കാൻ പറഞ്ഞു. അന്നേരം റിസൈൻ വെച്ചു. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി മുന്നോട്ട് പോയി. എൻ്റെ മാതാപിതാക്കളാണേലും അവരെനിക്ക് വേണ്ടി എന്നും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനയാണ്. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും, എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. എൻ്റെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റായി. എനിക്ക് വിസ യാതൊരു തടസ്സവും കൂടാതെ കിട്ടി. ഞാൻ ഇന്നലെ പോയാണ് വിസ മേടിച്ചത്. എനിക്ക് ടിക്കറ്റ് റെഡിയായിട്ട് എനിക്ക് നാളെ ഫ്ലൈറ്റാണ് പോകാനുള്ളത്. ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. ഈ 2 മാസം കൊണ്ട് എന്നെ ഇത്രയെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കഴിവ് കൊണ്ടല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ വെറും 0 ദൈവമേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നാലാവുന്നത് ഞാൻ 3 വട്ടം നോക്കി, ഇനി നിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതാണ്. ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്തത് പത്രപ്രവർത്തനം ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്പിറ്റലല്ല, ഞാൻ നിന്ന ഹോസ്പിറ്റലല്ല, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും മറ്റു ഹോസ്പിറ്റലുകളിലും കൊണ്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കാറുള്ളൂ ഞാൻ ആ പത്രം. മറ്റുള്ളവർ വായിക്കണം, അത് കളയരുത്, അവർക്ക് എന്നെങ്കിലും അതെടുത്ത് ഉപയോഗപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അങ്ങനെ എടുത്ത് ഉപയോഗിച്ച ആളാണ്. അപ്പം ഞാൻ പത്രവിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പം അമ്മ എനിക്ക് വേണ്ടി എടുത്തതുകൊണ്ട് അമ്മ ഒരു നേർച്ച ഉണ്ടായിരുന്നു. പാവപ്പെട്ടവർക്കും ഈ അനാഥാലയത്തിലുള്ളവർക്കുമൊക്കെ 4 പൊതി ചോറ് അമ്മ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുമായിരുന്നു. അമ്മ അത് ഇപ്പോഴും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പിന്നെ രോഗി സന്ദർശനം ഞാൻ ഈ ഹോസ്പിറ്റലിൽ പത്രപ്രവർത്തനം ചെയ്യുമ്പം ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ച് എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുമായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ടൈമിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം കുർബാനയിലെല്ലാം പങ്കെടുക്കും. ഡെയിലി ബൈബിള് വായിക്കും. വീട്ടിലാണേലും ഇടയ്ക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ ഡിലേ ആയ സമയത്ത് ഭയങ്കര ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഞാൻ ഓർത്ത് മാതാവ് എന്നെ ഉപേക്ഷിച്ചോ എന്ന്. പക്ഷേ എന്നാലും എൻ്റെ അമ്മ എന്നെ പുറകിൽ നിന്ന് എപ്പോഴും പുഷ് ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ എന്താണേലും മടി പിടിച്ചിട്ടാണേലും ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട എന്നെ പിന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് അമ്മയാണ്. അപ്പം ഞാൻ ഈ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാം 2 മാസം എനിക്ക് മിച്ചം ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. ഇനി വേറെ പ്രതീക്ഷയില്ലാന്ന് പറഞ്ഞ സമയത്ത് ഞാൻ സൗദി നോക്കി, കുവൈറ്റ് നോക്കി, അങ്ങനെ എല്ലാം നോക്കി അവസാനം അങ്ങനെ സൗദിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ചിക്കൻ ബോക്സും വന്നത്, ഈ പഠിത്തമൊക്കെ നടന്നത്, ഈ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെയും എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി തന്നത് ഈ ഇരിക്കുന്ന മാതാവാണ്. ഈ മാതാവിനെ കണ്ടാലേ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം തോന്നും. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് അപേക്ഷിച്ചാൽ മാത്രം മതി, അമ്മ നമ്മളെ ഉപേക്ഷിക്കില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഇത്രയോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. 145 സങ്കീർത്തനം 18-19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. മരിയ തോമസ് എന്ന ഈ മകൾ ലൈറ്റ് എ കാൻഡിൽ പ്രയറിലൂടെയാണ് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചു തുടങ്ങിയത്. നഴ്സിംഗ് അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. പടിപടിയായി പരിശുദ്ധ അമ്മ മരിയയ്ക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന കേൾക്കുന്നൊരു വലിയ സാക്ഷ്യമാണിത്. നഴ്സിംഗ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ മകളിവിടെ വന്ന് നഴ്സിംഗ് തുടങ്ങിയപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പിന്നെ തൻ്റെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള വലിയ ഒരു ശക്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോ ഈ മകൾക്ക് സാധ്യമാക്കി കൊടുത്തുവെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ മകൾ ഏറ്റുപറയുന്നത്. അയോഗ്യതകളെല്ലാം തന്നെയും മകൾക്ക് കൃപകളാക്കി ഈശോ നിറച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷയിൽ OET പരീക്ഷയിൽ തോറ്റുപോകുമെന്നുള്ള ഉറപ്പുള്ള ആ ഒരു അവസ്ഥയിൽ പോലും ഞാനൊരു വലിയ 0 ആണ്, എനിക്ക് യാതൊരു യോഗ്യതകളുമില്ല എന്ന് ഈശോയ്ക്ക് അടിയറ വെച്ചപ്പോഴാണ് ആ അയോഗ്യതകളിലേക്ക് കൃപകൾ വന്ന് നിറഞ്ഞ്
വളരെ വലിയ നല്ലൊരു അയർലൻഡ് സ്കോറോടുകൂടി മകൾ നഴ്സിംഗ് OET പാസ്സായി ഇന്ന് നാളെ അയർലൻഡിലേക്ക് പോവുകയാണ്. ഇനി അയർലൻഡിൽ ചെന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് മരിയയ്ക്ക് ഒരു ഉത്തരമേ ഉള്ളൂ: ഇത്രനാളും എന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ഏതൊരു ദേശത്തായാലും എനിക്ക് ഉടമ്പടി ഒരു ഉറപ്പാണെന്നാണ് ഈ മകൾക്ക് പറയാനുള്ളത്. എല്ലാവരോടുമായി മരിയ പറയുന്നത് തന്നെയാണ്: പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും കാത്തു സംരക്ഷിക്കും. നമുക്ക് യാതൊന്നും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാം ദൈവവുമായിട്ടുള്ള ഒരു വലിയ ഉടമ്പടിയിലാണ്, എഗ്രിമെൻറ്റിലാണ്. ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല, എങ്കിൽ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നില്ല എന്നൊരു വലിയ ഉറപ്പ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ ജീവിതാവസ്ഥയിലും ഞാൻ എൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും താഴ്ത്തിക്കൊണ്ടിരുന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ ഏറ്റുപാടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റുപാടാനായിട്ട് സാധിക്കും. നമ്മുടെ മുൻപിലുള്ള ഏതൊരു ചെങ്കടലിനെയും ദൈവം നമുക്ക് വായി പകുത്തു നൽകും. നമ്മുടെ യാത്ര എപ്പോഴും സുഗമമായിരിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം. മരിയെ പോലെ OET എക്സാമിനും നഴ്സിങ്ങിനെല്ലാം ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരുടെ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നലിട്ട് നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.